ന്യൂനപക്ഷം കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ 2024 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. മിനിസ്റ്റർ, 2024 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ ഞാൻ അവതരിപ്പിക്കും. ന്യൂനപക്ഷം കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ 2024 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ വിദ്യാഭ്യാസം സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 6 പരിഗണനയ്ക്ക് അയക്കണം ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ വിദ്യാഭ്യാസം സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 6 പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. മിനിസ്റ്റർ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടോ? സർ, അധികം സംസാരിക്കണ്ട, കുറച്ച്. ഇന്നലെ ഒരുപാട് സംസാരിച്ചു. പുതിയ കായിക നയം വളരെ സവിശേഷമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. കായിക ശരീരക്ഷമതാ പ്രവർത്തനങ്ങൾ ഓരോ പൗരൻ്റെയും അവകാശമാക്കുക എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. ആയതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും കായിക സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ നയത്തിൽ മാർഗങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും സ്പോർട്സ്, കായിക രംഗത്തെ മികവ് എന്നീ അടിസ്ഥാനങ്ങൾ നിലപാടുകളിലാണ് നയം വികസിപ്പിച്ച്. എന്നാൽ നയത്തിൻ്റെ മൊത്തത്തിലുള്ള സമീപനം, മൊത്തത്തിലുള്ള മാനുഷിക അംശങ്ങളെ മുന്നിൽ നിർത്തുക എന്നതാണ് സമഗ്രമായ കായിക ഇടപെടലുകളിലൂടെ സമൂഹത്തിലാകെ അതിൻ്റെ ഗുണഫലങ്ങൾ എത്തിക്കുകയാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഈ ഗവൺമെൻറ് സർക്കാരിൻ്റെ നവകേരള സങ്കല്പത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കാഴ്ചപ്പാടാണ് ഇതിലൂടെ മുന്നോട്ട് വച്ചിട്ടുള്ളത്. കായിക പ്രതിഭകളെ കണ്ടെത്തുക, ആരോഗ്യമുള്ള സമൂഹം സൃഷ്ടിക്കുക, സംസ്ഥാന GDP-യിലേക്ക് നല്ലൊരു വിഹിതം സംഭാവന ചെയ്യുക, കൂടുതൽ പേർക്ക് തൊഴിൽ ലഭ്യമാക്കുക, കുട്ടികളുടെയും യുവജനങ്ങളുടെയും തെറ്റുകളിലേക്ക് പോകുന്നത് തടയുക എന്നിങ്ങനെ സ്പോർട്സിൻ്റെ കൃത്യമായ പ്രയോഗത്തിലൂടെ ഉന്നത നിലവാരമുള്ള കേരള സൃഷ്ടിയിൽ സുപ്രധാനമായ പങ്ക് വഹിക്കാൻ ഒരുങ്ങുകയാണ് കായിക മേഖല. പുതിയ ലോകത്തെ സ്പോർട്സിൻ്റെ പ്രാധാന്യം വളരെ നേരത്തെ തന്നെ ഈ ഗവൺമെൻറ് മനസ്സിലാക്കുകയും അതിനനുസൃതമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ തെളിവാണ് 2023 തന്നെ വളരെ പുരോഗമനപരമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ദീർഘവീക്ഷണമുള്ള കായിക നയം രൂപീകരിച്ചത്. സ്പോർട്സ് എന്ന വാക്കിൻ്റെ നിർവചനത്തിന് അടിമുടി മാറ്റം വന്നു. ആ മാറ്റം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാണ് പുതിയ കായിക നയം. നയത്തിൻ്റെ ബഹുമുഖമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ അതിവേഗം നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കായിക നയം ഫലപ്രദമായി നടപ്പാക്കാൻ നിലവിലെ സ്പോർട്സ് ആക്റ്റിൽ കാര്യമായ ഭേദഗതികൾ ആവശ്യമാണ്. നിലവിലെ ആക്റ്റിൽ വിപുലമായ കൂട്ടിച്ചേർക്കലാണ് പ്രധാനമായും വേണ്ടത്. ആ ദൗത്യമാണ് നിർവഹിക്കുന്നത്. നേരത്തെ 2018 സ്പോർട്സ് ആക്ട് ഭേദഗതി ചെയ്തിരുന്നു. അന്ന് സ്പോർട്സ് കൗൺസിലിൻ്റെ ഘടനയിലായിരുന്നു പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ. എന്നാൽ കായിക രംഗത്തെ നവീനമായിട്ടുള്ള ആശയങ്ങൾ നടപ്പാക്കാനും കായിക പ്രചാരണം ശക്തമാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ ഭേദഗതി. സ്പോർട്സ് ആക്ട് ഭേദഗതി 2024 ലക്ഷ്യവും കൃത്യതയും വ്യക്തമാണ് സർ. കായിക രംഗത്തെ സ്വയം പര്യാപ്തമാക്കുന്ന നവീന ആശയങ്ങൾ നടപ്പിലാക്കുക, കായിക സമ്പദ്ഘടനയുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, വിദ്യാഭ്യാസ തല കായിക വികസനത്തിന് പ്രാധാന്യം നൽകുക, എലൈറ്റ് സ്പോർട്സ് പരിശീലനം ഗൗരവമായി പരിഗണിക്കുക, കായിക രംഗത്തെ വികേന്ദ്രീകൃത സമീപനം ശക്തമാക്കുക, കായിക ഭരണത്തിൽ ഏകോപനം കൊണ്ടുവരിക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഭേദഗതി രൂപം നൽകിയിട്ടുള്ളത്. ഈ പ്രവർത്തനത്തിലൂടെ എല്ലാവരും സ്പോർട്സുമായി ബന്ധപ്പെടുത്തുന്നതാണ് എന്നതാണ് ഉദ്ദേശം. കേരള കായിക രംഗത്ത് വലിയ സ്വാധീനമുള്ള സ്പോർട്സ് കൗൺസിലിന് കൂടുതൽ അധികാരങ്ങളും അവകാശങ്ങളും അനുവദിക്കാൻ കഴിയുന്ന ഭേദഗതികൾ എന്ന നിലക്കും ഈ ബില്ലിന് പ്രാധാന്യമുണ്ട്. പുതിയ കാല മാറ്റങ്ങൾ ഉൾക്കൊള്ളാനാണ് ഭേദഗതി എന്നത് കേരള സ്പോർട്സ് ആക്ട് ഭേദഗതി ബില്ലിൻ്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമാണ്. കേരളത്തിലെ സ്പോർട്സും ഗെയിംസും പ്രോത്സാഹിപ്പിക്കാനും കായികക്ഷമത വർദ്ധിപ്പിക്കാനും സംസ്ഥാനത്തിലും ജില്ലാ തലത്തിലും പ്രാദേശിക തലത്തിലും സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കാനും വ്യവസ്ഥ ചെയ്യുന്ന കേരള സ്പോർട്സ് ആക്ട് 2000 എന്നത് ആക്ടിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ സ്പോർട്സും ഗെയിംസും പ്രോത്സാഹിപ്പിക്കുന്നതിനും എന്നീ വാക്കുകൾക്ക് പകരം സ്പോർട്സ്, ഗെയിംസ്, സ്പോർട്സ്, സ്പോർട്സ്
സ്പോർട്സ് എക്കോണമി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും എന്നാക്കാനാണ് ബില്ലിൽ പറയുന്നത്. കായിക പരിശീലന രംഗത്ത് ഫലപ്രദമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിൻ്റെ ഭേദഗതിയിലും കണക്കിലെടുത്തിട്ടുണ്ട്. അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്ക് പരിശീലനത്തിന് ദേശീയ അക്കാദമികളുടെ ശൃംഖല സ്ഥാപിക്കുക, തിരഞ്ഞെടുക്കുന്ന ഇനങ്ങളിൽ ശാസ്ത്രീയ പരിശീലനം നൽകുക, തിരഞ്ഞെടുത്ത താരങ്ങൾക്ക് തുടർച്ചയായി വിലയിരുത്താൻ സ്പോർട്സ് ടാലൻറ്റ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടത്തുക, പരീക്ഷകളുടെ പ്രകടനം വിലയിരുത്താൻ സംവിധാനം ഏർപ്പെടുത്തുക, മെഡൽ സാധ്യത അനുസരിച്ച് കായിക ഇനങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുക. എല്ലാവർക്കും സ്പോർട്സ് എന്നത് വാക്കുകളിൽ ഒതുങ്ങാതിരിക്കാൻ ശക്തമായ പ്രചരണ പ്രോത്സാഹന നടപടികൾ ആവശ്യമാണ്. ഈ ദിശയിലേക്കുള്ള ഭേദഗതികൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ശാരീരികക്ഷമതാ പ്രചരണ പരിപാടികൾ നടത്തുക, കമ്മ്യൂണിറ്റി ഫിസിക്കൽ ട്രാക്കിംഗ് സംവിധാനം വികസിപ്പിക്കുക, തൊഴിലാളികൾ, കർഷകർ, പോലീസ് തുടങ്ങിയ വിഭാഗങ്ങളിലെ കായിക മത്സരങ്ങൾ നടത്തുക, വനിതകൾക്കും പാരാ കായിക താരങ്ങൾക്കും പ്രത്യേക കളിസ്ഥലങ്ങൾ തയ്യാറാക്കുക, വിനോദസഞ്ചാര വകുപ്പുമായി ചേർന്ന് ട്രാക്കിംഗ്, പാരാഗ്ലൈഡിംഗ്, കയാക്കിംഗ്, സ്കൂബ ഡ്രൈവിംഗ് തുടങ്ങിയ സംഘടിപ്പിക്കുക എന്നീ നിർദ്ദേശങ്ങൾ കൂടുതൽ പേരെ കളിക്കളത്തിലേക്കും ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്കും കൊണ്ടുവരാൻ കഴിയും. കായിക മേഖലയെ സ്വയം പര്യാപ്തമാക്കേണ്ടതിൻ്റെ പുതിയ ഘട്ടത്തിലേക്കാണ് അത്യാവശ്യമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കായിക മേഖലയെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തമാക്കുന്ന ഭേദഗതികൾ ബില്ലിൽ അടങ്ങുന്നു. ക്രിയാത്മകമായ കായിക സമ്പദ്ഘടന അതിന് അടിത്തറ പാകുക എന്ന ലക്ഷ്യത്തോടെ കായിക അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണം, കായിക ഉപകരണങ്ങളുടെ നിർമ്മാണം, വിതരണം തുടങ്ങിയ കാര്യങ്ങളിൽ പങ്കാളിത്ത സ്വഭാവം കൊണ്ടുവരും. സംസ്ഥാന അടിസ്ഥാന സൗകര്യ നിർമ്മാണം, കായിക മേളകൾ, അക്കാദമികൾ എന്നിവയിലെ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം ഭേദഗതി തയ്യാറാക്കിയിട്ടുണ്ട്. സ്പോർട്സ് നിക്ഷേപ സംഗമങ്ങൾ നടത്തുക, ലോകപ്രസിദ്ധമായ അക്കാദമികളിൽ നിക്ഷേപം ശേഖരിച്ച് എലൈറ്റ് അക്കാദമികൾ രൂപീകരിക്കുക, സ്പോർട്സ് സ്റ്റാർട്ടപ്പുകൾ ഗ്രാൻറ്റുകളോ ഫണ്ടുകളോ വഴി സഹായം നൽകുക, സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സഹകരണത്തോടുകൂടി ഒരു സ്പോർട്സ് ഇന്നോവേഷൻ സോൺ സ്ഥാപിക്കുക, കായിക സാമ്പത്തിക സ്പോർട്സ് സർവേ നടത്തുക. ഈ ഭേദഗതിയിൽ സ്പോർട്സ് എക്കോണമിയുടെ വളർച്ച ലക്ഷ്യം വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. സ്പോർട്സ് എഞ്ചിനീയറിംഗും നമ്മുടെ രാജ്യത്ത് പ്രൊഫഷണൽ ആയിട്ടില്ല. സ്പോർട്സ് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താൻ കായിക വകുപ്പിന് കീഴിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം നിലവിലുണ്ട്. കായിക നിർമ്മിതികളുടെ കൃത്യമായ ചട്ടക്കൂട് ഉണ്ടാക്കുന്നതിന് SKFന് കൂടുതൽ ചുമതലകളും അധികാരങ്ങളും നൽകേണ്ടത് ആവശ്യമാണ്. ഇത് കണക്കിലെടുത്ത് ഭേദഗതി ബില്ലിൽ പ്രധാനമായിട്ടുള്ള ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർ. സ്റ്റേഡിയം, കളിസ്ഥലം, നീന്തൽക്കുളം, സ്പോർട്സ് ഹോസ്റ്റൽ എന്നീ കായിക സംവിധാനങ്ങൾ എന്നിവയുടെ നിർമ്മാണം, നവീകരണം, പരിപാലനം എന്നിവ സ്വകാര്യ പങ്കാളിത്തത്തോടെ SPV മുഖേന നടത്തുക. SPV എന്നാൽ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത SKF എന്ന് അർത്ഥമാക്കുന്നു സർ. സ്കൂൾ കോളേജ് രംഗത്തെ സ്പോർട്സ് പുതിയ ലോകത്ത് മുഴുവൻ കുട്ടികളെയും കളിക്കളങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് സ്പോർട്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ഭേദഗതികൾ കൊണ്ടുവരുന്നുണ്ട് സർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സ്പോർട്സ് കേരള സ്കൂൾ ഗെയിംസ്, സ്പോർട്സ് കേരള സർവകലാശാല ഗെയിംസ് എന്നിവ സംഘടിപ്പിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഈ സ്ഥാപനങ്ങളിലെ കായിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക. സ്പോർട്സ് സ്കൂൾ, സ്പോർട്സ് ഡിവിഷൻ എന്നിടങ്ങളിൽ കായികാധിഷ്ഠിത പാഠ്യപദ്ധതി തയ്യാറാക്കൽ, അതിനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുക. വിദ്യാഭ്യാസ രംഗത്ത് സ്പോർട്സ് പാഠ്യപദ്ധതി തയ്യാറാക്കൽ, അതിനാവശ്യമായുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുക തുടങ്ങിയ ഭേദഗതികൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് സ്പോർട്സിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. സ്പോർട്സിലെ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ക്ഷേമത്തിനും നാടിൻ്റെ പുരോഗതിക്കും ആവശ്യമായ സംഭാവനകൾ നൽകുന്ന തലത്തിലേക്ക് കായിക മേഖലയെ ഉയർത്തുന്നു എന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമായിരുന്നു സർ. ഈ ലക്ഷ്യത്തോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഭേദഗതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്പോർട്സ് അരീനകൾ, ടെറഫുകൾ, വെൽനസ് സെൻ്ററുകൾ എന്നിവ പ്രവർത്തനത്തിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക. സ്പോർട്സ് താരങ്ങളുടെ പരാതികൾ കൈകാര്യം ചെയ്യാൻ പരാതി പരിഹാര സംവിധാനം, ഗ്രീൻ സ്പോർട്സിന് ഇനമായിട്ടുള്ള ഗോൾഫ് പോലുള്ള കളികൾ പ്രോത്സാഹിപ്പിക്കുക. ഇത്തരം നടപടികൾക്ക് നിയമ പരിരക്ഷ ആവശ്യമാണ്. കായിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, കായിക രംഗത്തെ നവീനമായ ശാസ്ത്ര സാങ്കേതികതകളിൽ അനായാസം ലഭ്യമാക്കാൻ ആവശ്യമായ നിലവുകൾ വേണ്ടതുണ്ട്. അന്താരാഷ്ട്ര സഹകരണത്തിൽ ഉൾപ്പെടുന്ന സഹായിക്കുന്ന ഈ വിഷയം നല്ല രീതിയിൽ
ബില്ലിൽ കണക്കെടുത്തിട്ടുണ്ട് സർ. സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ് എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രോത്സാഹിപ്പിക്കുക, അന്താരാഷ്ട്ര പരിശീലകർ, കായിക വിദഗ്ധർ എന്നിവരുടെ സേവനം ലഭ്യമാക്കുക, കായിക താരങ്ങൾക്ക് ആവശ്യമായുള്ള നിർദ്ദേശം നൽകുന്നതിന് കായിക ഗവേഷകരെയും അനാലിസ്റ്റുകളെയും ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റുകളെയും അടങ്ങുന്ന ടീം രൂപീകരിക്കുക, കായിക താരങ്ങളുടെ മികച്ച അഭിരുചിയും വിലയിരുത്താൻ സ്പോർട്സ് ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോട്ടോക്കോൾ സംവിധാനം ഏർപ്പെടുത്തുക. ഈ ഭേദഗതിക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഘടകമായ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുക എന്നതും പുതിയ കാലത്തെ സ്പോർട്സിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്താൻ സഹായിക്കും. ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ് സർ. സ്പോർട്സ് കൗൺസിലിൻ്റെയും സ്പോർട്സ് ഡയറക്ടറിൻ്റെയും പ്രവർത്തനങ്ങൾ ഏകോപിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. LDF സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണിത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെയും സെക്രട്ടറിയും കായിക ഡയറക്ടറും ഒരാളായിരിക്കണമെന്ന് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് ഈ മാറ്റം സഹായിക്കും. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ജില്ലാ സ്പോർട്സ് സംഘങ്ങളുടെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. സ്പോർട്സ് കൗൺസിലിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഓരോ കായിക ഇനത്തിനും ചുമതല നൽകുന്നതും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സർ. സമഗ്രമായിട്ടുള്ള കായിക നയം കേരളത്തെ കായിക രംഗത്തിന് ഉയർച്ചയുണ്ടാക്കുന്നതിനും അതോടൊപ്പം തന്നെ എല്ലാവർക്കും കായിക മേഖലയിൽ പ്രവർത്തിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്ന രീതിയിലേക്ക് ഈ നയം മാറുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ഭേദഗതി സഭയുടെ മുൻപാകെ അവതരിക്കുക. യെസ്. ശ്രീ മാത്യു ടി തോമസ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KP മോഹന് കേരള 2024 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഞാൻ എൻ്റെ ഭേദഗതി അവതരിപ്പിക്കുകയാണ് സർ. സർ, എല്ലാവർക്കും സ്പോർട്സ് എന്ന മഹത്തായ ആശയം നമ്മുടെ കേരളത്തിലെ യുവാക്കൾക്കും കായിക പ്രേമികൾക്കും ഒക്കെ തന്നെ ഒരു ആവേശം നൽകുന്നതാണ് സർ. സർ, സംസ്ഥാനത്തെ കായിക മേഖലയെ സമഗ്രമായി പുനർനിർവചിക്കാനും കേരള സ്പോർട്സിൻ്റെ അതിവേഗ വളർച്ചയ്ക്കായി രൂപവത്കരിച്ച് വിഷൻ 2033 നിർവചിക്കുന്ന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും കഴിയുന്ന രീതിയിൽ ഒരു കായിക നയം 6/2023 പ്രകാരം അംഗീകാരം നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചത് കായിക മേഖലയ്ക്ക് കൂടുതൽ ഉത്തേജനം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർ, ഒളിമ്പിക് ഗെയിംസ് ഉൾപ്പെടെ അന്താരാഷ്ട്ര തലത്തിൽ കായിക മികവ് കൈവരിക്കുക, അഴിമതി മുക്തവും സുശക്തവുമായ കായിക മേഖലയെ സൃഷ്ടിക്കുക, ശക്തമായ കായിക വിനോദ വ്യവസായം രൂപപ്പെടുത്തുക, കായിക സാക്ഷരതാ നിലവാരമുള്ള കായിക സംസ്കാരം രൂപപ്പെടുത്തുക, പ്രതിഭകളെ കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ശാസ്ത്രീയമായ പരിശീലനങ്ങൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നിവ നയത്തിൻ്റെ ലക്ഷ്യങ്ങളാണെന്ന് കാണുന്നതിൽ അഭിനന്ദനാർഹമാണ് സർ. സർ, പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായ കായിക വ്യായാമ സാക്ഷരതാ നിലവാരവും സജീവമായ ഒരു കമ്മ്യൂണിറ്റി സ്പോർട്സ് അടിത്തറയും ഉള്ള ഊർജ്ജസ്വലമായ കായിക സംസ്കാരം രൂപപ്പെടുത്തി എല്ലാവർക്കും സ്പോർട്സ് എന്ന ലക്ഷ്യത്തിലെത്തിക്കുന്നതിനും കായിക പ്രതിഭകളെ കണ്ടെത്തി വളർത്തിയെടുക്കുന്നതിനും ഉതകുന്ന തരത്തിലാണ് കായിക നയം രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കാണുകയാണ്. സർ, കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിന് പുതിയ ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോട്ടോക്കോൾ രൂപീകരിക്കുന്നതിനും ഇവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും കൂടുതൽ കായിക അക്കാദമികൾ, മികവിൻ്റെ കേന്ദ്രങ്ങൾ, ഹൈ പെർഫോമൻസ് സെൻറ്ററുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർ. സാമൂഹ്യ സേവനവും കായിക പ്രതിഭകളും, അടിസ്ഥാന സൗകര്യങ്ങൾ, ശാസ്ത്രീയ പിന്തുണ, വിദ്യാഭ്യാസം, മികച്ച ഭരണവും തന്ത്രപരമായ ആസൂത്രണവും തുടങ്ങിയ 5 ആധാരശിലകൾ അസ്തിത്വമാക്കിയിട്ടുള്ള കായിക സംസ്കാരത്തിൻ്റെ അടിത്തറ രൂപപ്പെടുത്തുന്ന കാഴ്ചപ്പാടുകളും നയം മുന്നോട്ട് വെക്കുന്നുണ്ട്. സർ, നാം ഇന്ന് ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് സർ. അതിനെ അതിജീവിക്കുവാനുള്ള ശ്രമങ്ങൾ സർക്കാർ സംഘടിപ്പിച്ചു വരികയാണ്. ഇന്ന് സമൂഹത്തിൽ തിന്മയുടെ അച്ചുതണ്ടായിട്ട് ലഹരി മാറിയിരിക്കുകയാണ് സർ. ഓരോ ദിവസവും നമ്മൾ ഞെട്ടിപ്പിക്കുകയും അതിലേറെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന സംഭവ വികാസങ്ങളാണ് സർ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് കടക്കാം സർ. കേരളത്തിൽ ലഹരിക്കെതിരെ ഏറ്റവും ശക്തമായ ക്യാമ്പയിൻ നടത്താൻ സാധിക്കുന്നത് കായികവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഏത് കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് കായിക മേഖലയായിരുന്നു. ലയൺ മെസ്സി അടക്കമുള്ള ലോകോത്തര താരങ്ങൾ കേരളത്തിൽ കളിക്കാൻ താല്പര്യം കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണവും കേരളത്തിലെ യുവജനങ്ങൾക്ക് കളിയോടുള്ള അമിതമായ ആസക്തിയാണ് സർ. ഒരുപാട് ലോകോത്തര താരങ്ങളെ കേരളത്തിൽ നിന്നും നമുക്ക് സംഭാവന ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രാമാന്തരങ്ങളിൽ ഫുട്ബോളിൻ്റെ, ക്രിക്കറ്റിൻ്റെയും വോളിബോളിൻ്റെയും ഒക്കെ തന്നെ ഒരു തരംഗം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സർ. ഏതായാലും അതിന് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കായിക വകുപ്പും ഈ സർക്കാരും നടപ്പിലാക്കി വരുന്നുണ്ട്.
ലഹരിക്കെതിരെ കളിയാണ് ലഹരി എന്ന് പറയുന്ന ഒരു പുതിയ ആപ്തവാക്യങ്ങളിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കണം സാർ. ഇതിൽ കളി പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ആയോധന കലയായ കളരി. പലരുടെയും ധാരണ കളരി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ പൊരുതാനോ ഉള്ള ഒരു പരിശീലനമാണെന്നാണ് സാർ. സാർ, ദീർഘകാലം കളരി പരിശീലിച്ച ഒരാൾ എന്ന നിലയിൽ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, കളരിയിൽ ആദ്യ വർഷങ്ങളിൽ നമുക്ക് തോന്നും നമുക്ക് 4 പേരെ നേരിടാമെന്ന്. എന്നാൽ 3-4 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും 2 പേരെ പ്രതിരോധിക്കാമെന്ന്. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ കളരി അഭ്യസിച്ച് വരുമ്പോൾ ഒരാളുടെയും ശരീരത്തിൽ കൈവെക്കാൻ നമുക്ക് മനസ്സ് അനുവദിക്കില്ല സാർ. കാരണം ശരീരത്തിൻ്റെ ഓരോ മർമ്മങ്ങളുടെയും നമ്മൾ തിരിച്ചറിയുന്നതോടെ ആരെയും ഉപദ്രവിക്കാതെ ആത്മനിയന്ത്രണത്തിൻ്റെയും ശാരീരിക മെയ്വഴക്കത്തിൻ്റെയും ഒരു മേഖലയാണ് കളരി, അതായത് ആയോധന കല. സർ, ആയോധന കല പോലെ മനസ്സിന് ഇത്രമാത്രം തന്നടക്കം ഉണ്ടാക്കുന്ന, ശരീരത്തെ ഇത്രയധികം പ്രതിരോധിക്കുന്ന മറ്റൊരു ആയോധന വിദ്യയില്ല. അതുകൊണ്ട് സാർവത്രികമായ രീതിയിൽ കളരി വ്യാപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സരം ഇനമാക്കാനാവില്ല എന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് മലബാറിൻ്റെ അതേസമയം വടകരയുടെ ഉണ്ണിയാർച്ചയുടെയും തച്ചോളിയോധൻ്റെയും നാട്ടിൽ നിന്ന് പോയ PT ഉഷ പറഞ്ഞിരിക്കുകയാണ് സാർ. വളരെ ഖേദകരമാണ് സാർ. നിർബന്ധമായിട്ടും നമുക്ക് നമ്മുടെ ആയോധന കലയായ കളരിപ്പയറ്റ് മത്സരങ്ങളിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കണം സാർ. സാർ, അത് വേണം എന്ന് പറഞ്ഞത് വടക്കേ ഇന്ത്യയിലെ ഫരീദാബാദിലെ ഹർഷിന യാദവിൻ്റെ താല്പര്യമാണ് സാർ. അവർ വേണം എന്നതാണ് പറഞ്ഞത്. എന്നിട്ട് പോലും കേരളത്തിൽ നിന്ന് പോയ നമ്മുടെ PT ഉഷ, അവർ ഇന്ന് ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് സാർ. അവർ പറയുകയാണ് ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വരുത്തിയാണ് സാർ. കഴിഞ്ഞ തവണ ഗോവയിൽ നടന്ന ദേശീയ ഗെയിംസിൽ കളരി മത്സരങ്ങൾ ഇനമായിരുന്നു. 19 മെഡൽ, കളരിപ്പയറ്റിൽ 19 മെഡൽ ലഭിച്ചിട്ടുണ്ട് സാർ. സാർ, കൂത്തുപറമ്പിൽ ഒരു പറ്റം സ്പോർട്സ് പ്രേമികൾ, മുൻ കായികാധ്യാപകന്മാർ, പൊതുപ്രവർത്തകർ, സ്പോർട്സ് പ്രേമികൾ 2 വർഷത്തിൽ നിന്ന് 2 വർഷമായിട്ട് അവിടെ ഇൻസൈറ്റ് എന്ന പദ്ധതിയിലൂടെ കൂടുതൽ ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരികയാണ് സാർ. 2018 അന്നത്തെ CA ആയിരുന്ന VV ബെന്നിയുടെ നേതൃത്വത്തിൽ പാനൂർ ജനമൈത്രി പോലീസിൻ്റെ ആഭിമുഖ്യത്തിലാണ് സാർ ഇൻസൈറ്റ് പ്രോഗ്രാം ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട സ്പീക്കറൊക്കെ അതിൽ വന്നിരുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ, തദ്ദേശ സ്വയംഭരണ മേധാവികൾ എന്നിവരുടെ കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തനം ആരംഭിക്കുകയും കമ്മിറ്റിയുടെ കീഴിൽ അക്കാദമി കമ്മിറ്റി കൂടി രൂപീകരിക്കുകയും ചെയ്തു സാർ. സാർ, കേന്ദ്രസേനയിലേക്കുള്ള പരിശീലനം ആരംഭിച്ചു. പാനൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് 150 വിദ്യാർത്ഥികൾക്ക് തിയറിയും രാവിലെ 6:30 മുതൽ 8 മണി വരെ പാനൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് കായിക പരിശീലനവും നൽകി. ഈ പരിശീലനം ഇപ്പോഴും തുടരുകയാണ് സാർ. മാറി മാറി വരുന്ന പോലീസ് ഇൻസ്പെക്ടർ ഇതിന് പ്രോത്സാഹനം നൽകി വരുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ തന്നെ ജനപ്രതിനിധികളുടെയൊക്കെ തന്നെ സഹായങ്ങളുമുണ്ട്. മേഖലയിലെ കായികാധ്യാപകരും ചില പോലീസ് കോൺസ്റ്റബിൾമാരുമാണ് സാർ ഇപ്പോൾ കായിക പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. സാർ, കേന്ദ്രസേന, കേരള പോലീസ്, വനിതാ കോൺസ്റ്റബിൾ, എക്സൈസ് ഗാർഡ്, അഗ്നിപഥ് എന്നിങ്ങനെ വിവിധ സേനകളിലായി ഇതുവരെ 77 പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 3 വിദ്യാർത്ഥികൾക്ക് SIമാരായിട്ട് പോലീസിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. യുവതലമുറ വഴിതെറ്റാതിരിക്കാൻ സഹായിക്കുന്ന ഒറ്റമൂലിയായിട്ട് കായിക രംഗം, നല്ല ശരീരം, നല്ല മനസ്സ്, നല്ലൊരു ജോലി എന്ന ലക്ഷ്യത്തോടെ കായിക പരിശീലനം നടക്കണം സാർ. സാർ, അവിടെ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളുടെ ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സുരേഷ് ബാബു, VK മോഹൻദാസ്, രാജീവൻ, ജയപ്രകാശ്, പ്രവീൺകുമാർ, K മുകുന്ദൻ എന്നിവരും CPOമാരായ സുനിൽകുമാർ, ദേവദാസ്, ശിവദാസ് എന്നിവരാണ് ഇൻസൈറ്റ് പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത്. സാർ, ഒറ്റ മിനിറ്റ് കൂടി. വടക്കൻ കളരിയാണ്. വടക്കൻ കളരിക്കുള്ള പ്രത്യേകത, നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും നമ്മുടെ ശരീരം ഫ്ലെക്സിബിൾ ആവുകയും പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ വായ്ത്താരികൾ അമർച്ചയിൽ ഇടത് വെച്ച് വലത് കാലം വെച്ച് അടിക്കെട്ട് ചവിട്ടി വലിഞ്ഞമർന്ന് നീർന്ന് ഇടത്ത് തിരുത്ത് വലത്ത് തിരുത്ത് ഇടത്ത് നേരെ വലത്ത് നേരെ എന്നുള്ള ആ വായ്ത്താരി തന്നെ നമുക്ക് വളരെ ഊർജ്ജം നൽകുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആരെയും നേരിടാൻ കഴിയുന്ന മാത്രമല്ല, നേരിടുന്നതല്ല, അതേസമയം പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടി ഉണ്ടാവുകയാണ്. എൻ്റെ ലക്ഷ്യമുണ്ട് സാർ, നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഒരു ആയോധന കല പഠിപ്പിക്കാനുള്ളൊരു കളരി സ്ഥലം, ഒരു കളരി ഉണ്ടാവണം എന്നതാണ്. അത് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞിരുന്നു, മന്ത്രി സമ്മതിച്ചതുമാണ്. അതുപോലെ തന്നെ അതാ എൻ്റെ ലക്ഷ്യം അതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അവിടെ സ്കൂളുകൾക്കൊക്കെ തന്നെ സ്പോർട്സ് കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്പോർട്സ് കിറ്റിലും ഉള്ളത് സ്കിപ്പിങ്ങും അതുപോലെ തന്നെ നെറ്റ്, ബോള്, ബാഡ്മിൻ്റൺ, ഷട്ടിൽ കോക്ക് അടക്കിയ
ഒരുപാട് സ്പോർട്സ് ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അലമാരയും കൊടുത്തിട്ടുണ്ട്. അവിടെ കളിസ്ഥലങ്ങളൊക്കെ തന്നെ, ഒരു വിദ്യാലയത്തിൽ ഒരു കളിസ്ഥലം, ഒരു വിദ്യാലയത്തിന് ഒരു കളിസ്ഥലം. ഇപ്പോൾ 12 വിദ്യാലയത്തിന് ഇപ്പോൾ കളിസ്ഥലങ്ങൾ അവർ തന്നെ അവരുടെ ചാലഞ്ച് ഫണ്ടൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കളിസ്ഥലങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് സാർ. അത് ഷട്ടിൽ ബാഡ്മിൻ്റൺ ഉണ്ട്, അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ ഉണ്ട്, വോളിബോളിൻ്റെ. അതോടൊപ്പം എനിക്കൊന്ന് വളരെ വിനയത്തോടു കൂടി പറയാനുണ്ട്, ബഹുമാനപ്പെട്ട മന്ത്രിയും സർക്കാരും, നമ്മുടെ കളിസ്ഥലങ്ങൾ ഒരുപാടുണ്ട്. സ്പോർട്സ് കൗൺസിലിൻ്റെതാണ് കളിസ്ഥലം. പക്ഷേ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുക്കണം സാർ. ഇല്ലെങ്കിൽ ആ കളിസ്ഥലങ്ങളൊക്കെ തന്നെ തീരെ ഇല്ലാതായിപ്പോവും, ദ്രവിച്ചു പോകും. പല സ്ഥലത്തുമുണ്ട്. ഇപ്പോൾ തലശ്ശേരിയിൽ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഏകദേശം അതിൻ്റെ രൂപീകരണത്തിലെത്തിയിരിക്കുകയാണ്. അവിടുത്തെ തദ്ദേശ സ്വയംഭരണത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി കൂത്തുപറമ്പിലുണ്ട്, ഇപ്പോൾ പുതുതായി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ തന്നെ ചെറുവാഞ്ചേരി എന്ന സ്ഥലത്ത് 4 ഏക്കർ സ്ഥലത്ത് കളിസ്ഥലം വന്നിരിക്കുകയാണ്. കുന്നോത്തുപറമ്പിൽ മറ്റ് കളിസ്ഥലങ്ങളുണ്ട്, ഇൻഡോർ കോർട്ടുകളൊക്കെ തന്നെയുണ്ട്. ഇതൊക്കെ തന്നെ ഇന്ന് കായിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതാണ്. അതിനു വേണ്ടിയുള്ള ഈ ബില്ല് എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും തന്നെ സർക്കാരിൻ്റെ ഈ നിയമസഭയിലെ മുഴുവൻ ആളുകളും ഇതോടൊപ്പം ചേർന്നുകൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു ആയുധമാക്കിയിട്ട് നമുക്കിതിനെ മാറ്റാൻ സാധിക്കും. കുട്ടികളെയൊക്കെ തന്നെ കായിക രംഗത്തേക്ക് കൊണ്ടുവരിക, ചെറിയ കുട്ടികളെ അടക്കം എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ചെറിയ കുട്ടികൾ ഇപ്പോൾ ഷട്ടിൽ ബാറ്റ് വാങ്ങിച്ചു കൊടുത്താൽ അതുമായി കളിക്കുന്നത് കാണാം. അതുപോലെ തന്നെ റിങ് കളിക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കളി ഉപകരണങ്ങളൊക്കെ തന്നെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട്, ഞാൻ മുൻപേ ബാസ്കറ്റ്ബോൾ പ്ലെയറായിരുന്നു, അതോടൊപ്പം തന്നെ വോളിബോൾ പ്ലെയറായിരുന്നു, ഷട്ടിൽ ബാഡ്മിൻ്റൺ പ്ലെയറായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു. അന്നൊക്കെ തന്നെ ഒരുപാട് കൂട്ടങ്ങൾ വൈകുന്നേരമാകുമ്പോൾ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ ആളുകളൊക്കെ തന്നെ തിങ്ങി നിറഞ്ഞ് മറ്റെല്ലാം വിട്ടുകൊണ്ട് കളിയിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഈ കായിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഈ ബില്ല് എന്തായാലും നമ്മുടെ സമൂഹത്തിന് ഗുണകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വീണ്ടും സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന അങ്ങയുടെ ഒരു ചോദ്യം ഉണ്ട്. ചോദിച്ചോ, അങ്ങയോടെ ഇരുന്നോ. ബഹുമാനപ്പെട്ട സാർ, അദ്ദേഹം പറഞ്ഞ ആയോധന കലകളുടെ കൂട്ടത്തിൽ ഈ തായ്ക്കൊണ്ട അതുപോലെ തന്നെയുള്ളൊരു ആയോധന കലയാണ്. അത് അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ? അതല്ല, ഈ ആയോധന കല ഉണ്ടെങ്കിൽ ഒരു കാല് മണ്ണിൽ ഇട്ട് മറ്റു കാല് പൊക്കി എതിരാളികളെ തൊഴിച്ചു വീഴ്ത്താൻ പറ്റുന്ന ഒരു ആയോധന കലയാണ്. സ്ത്രീകൾക്കൊക്കെ ഇത് വളരെയധികം താല്പര്യമുള്ളൊരു സംഭവമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഉണ്ടോ എന്നറിയാനാണ് ചോദ്യം. ഇത് എല്ലാം ഉണ്ടായത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ ആയോധന കലയാണ്. അന്നത്തെ പഴയ കാലത്ത് അറിയാമല്ലോ, തച്ചോളിയോധനും ഉണ്ണിയാർച്ചയും ഒക്കെ തന്നെ സ്ത്രീയായിട്ടാണ് ഉണ്ണിയാർച്ച. കരാട്ടെ പോലും ആയോധന കലയുടെ ഭാഗമായിട്ടുള്ളതാണ്. ജപ്പാനീസ് ആണ് കരാട്ടെ തുടങ്ങിയത്. പക്ഷെ അതൊക്കെ തന്നെ ഇതിൻ്റെ രൂപത്തിലുള്ളതാണ്. നമുക്ക് എന്ത് തന്നെ പറഞ്ഞാലും വളരെ ഉന്മേഷത്തോടു കൂടി ആക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യത്തിന് ഗുണകരമാണ്. വലിയ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല, ഒക്കെ തന്നെ മാറ്റാൻ കഴിയും. ഫ്ലെക്സിബിൾ ആകും. നമ്മൾ ഫ്ലെക്സിബിൾ ആകുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും തിരിഞ്ഞു പറഞ്ഞ് നടക്കാനും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനും പ്രസൻസ് ഓഫ് മൈൻഡ്, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് നമ്മളെ നേരിടാൻ വരുമ്പോൾ അങ്ങോട്ട് ആക്രമിക്കുകയല്ല, അതിനെ നേരിടാനും അത് ചിലപ്പോൾ പിന്മാറാനും കഴിയുന്ന വിധത്തിൽ മനസ്സിൻ്റെ ഉടമകളായിട്ട് മാറാൻ സാധിക്കും. അതുകൊണ്ട് ഇത് ഒരു നല്ല ബില്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ റോജി എം ജോൺ, അങ്ങേക്ക് 2024 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണം എന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. തന്നെ മാതൃക സ്വീകരിക്കണം. ഞാൻ ഈ ഭേദഗതി അവതരിപ്പിക്കുകയാണ്. സർ, ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട കായിക മന്ത്രി ഇതിൻ്റെ അവതരിപ്പിച്ചുകൊണ്ട് തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, നമുക്ക് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സർ, ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ പൊതുവിലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് സർ. സർ, എക്കണോമിക് സർവേ 2023-24 കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെൻറ്റിൽ ടേബിൾ ചെയ്തതിൽ അതിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ചില പഠനങ്ങളെക്കുറിച്ച് അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. സർ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇറ്റ് നോട്ട്സ് ദാറ്റ് 56.4% ഓഫ് ദ ടോട്ടൽ ഡിസീസ് ബേർഡൻ ഇൻ ഇന്ത്യ ഈസ് ഡ്യൂ ടു അൺഹെൽത്തി ഡയറ്റ്സ്. അതായത് 56.4% വരുന്നതിനകത്ത് ഒന്ന് അൺഹെൽത്തി ഡയറ്റ്. അതിനകത്ത് അതിൻ്റെ കൂടുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദ അപ്സർജ് ഇൻ ദ കൺസംഷൻ ഓഫ് ഹൈലി പ്രോസസ്ഡ് ഫുഡ്സ് coupled with reduced physical activity and limited access to diverse foods exacerbate micronutrition deficiencies and overweight obesity problems. എന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണക്രമത്തിലുണ്ടായിരിക്കുന്ന നമ്മുടെ മാറ്റങ്ങളും അതുപോലെ തന്നെ കായികമായിട്ടുള്ള അധ്വാനങ്ങളിൽ നമ്മൾ ഏർപ്പെടാത്തതും മൂലം നമ്മുടെ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനകത്ത് 56% അതിനൊരു കാരണമാകുന്നു എന്നാണ് പറയുന്നത്.
അതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന, കേരളം ഉൾപ്പെടെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സർ ഈ ഒബീസിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. എക്കണോമിക് സർവേ പറയുന്ന ഒരു കാര്യമുണ്ട്. ദ അഡൽട്ട് ഒബീസിറ്റി റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് മോർ ദാൻ ട്രിപ്പിൾഡ്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഡാറ്റ അനുസരിച്ചിട്ട് ദ പെർസെൻറ്റേജ് ഓഫ് മെൻ ഫേസിംഗ് ഒബീസിറ്റി ഇൻ ദ ഏജ് ബ്രാക്കറ്റ് ഓഫ് 18 to 69 has increased to 22.9% in NFHS 5 from 18.9% in NFHS 4. അതായത് 23% പുരുഷന്മാർ ദേശീയ തലത്തിൽ ഒബീസിറ്റി പ്രശ്നം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അത് സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 24%. സർ, അത് കേരളത്തിലെ കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒബീസിറ്റി ലെവൽസ് ഇൻ കേരള ആർ എമംഗ് ദ ഹയസ്റ്റ് ഇൻ ദ കൺട്രി. സർ, I don't want to mention the numbers here, but it is really alarming. നമ്മൾ ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ആർദ്രം ഹെൽത്ത് സ്റ്റൈൽ ഡിസീസ് ഡിറ്റൻഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യവകുപ്പിന് കീഴിൽ ഏതാണ്ട് 1 കോടിയിൽ പരം ആളുകളെ സ്ക്രീൻ ചെയ്യുകയുണ്ടായി സർ. ആ സ്ക്രീനിങ്ങിന് ശേഷം ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത് ഏതാണ്ട് 44.85% എന്ന് വെച്ചാൽ 45%-ഓളം ആളുകൾ കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങളുടെ അപകടം ഫേസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സർ, നമ്മൾ കാണേണ്ടുന്ന കാര്യം, ഇവിടെ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിൻ്റെ ഫിഗേഴ്സ് ഉണ്ട്. നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിൻ്റെ ഫിഗേഴ്സ് അനുസരിച്ച് കേരളാസ് പെർ ക്യാപിറ്റ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് സ്റ്റാൻഡ്സ് അറ്റ് 7,889. എന്ന് വെച്ചാൽ രാജ്യത്ത് ഏറ്റവും വലിയ പെർ ക്യാപിറ്റ ഔട്ട് ഓഫ് പോക്കറ്റ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. സർ, ഞാനിത് പറഞ്ഞത് നമ്മൾ കേരളം, അതായത് ശരാശരി ഒരു വ്യക്തി 8,000-ഓളം രൂപ ഒരു വർഷം കേരളത്തിൽ അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചികിത്സാ ചെലവുകൾക്ക് വേണ്ടിയിട്ട് ശരാശരി ചെലവ് ചെയ്യുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാര്യം, നമുക്ക് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മൾ ആയിരക്കണക്കിന് കോടി രൂപ അല്ലെങ്കിൽ 10,000-കണക്കിന് കോടി രൂപ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലും നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള ചികിത്സകൾക്ക് വേണ്ടി ചെലവ് ചെയ്യുമ്പോൾ, മറുവശത്ത് ആ അസുഖങ്ങളിൽ ഏതാണ്ട് 56%-ഓളം അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് 45% ആളുകൾ ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്നുവെന്ന് പറയുമ്പോൾ നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്, കേരളം എവിടേക്കാണ് പോകുന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. നമ്മൾ അസുഖം വന്നതിന് ശേഷം ഇത്രയും വലിയ കോടിക്കണക്കിന് തുക ചെലവ് ചെയ്ത് നമ്മൾ ചികിത്സ നടത്തുന്നതാണോ, നമ്മൾ അസുഖം വരാതെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് സർ. സർ, ഞാൻ പറയും, നമ്മൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട് സർ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ആരോഗ്യവകുപ്പിന് അസുഖം വന്നതിന് ശേഷം നടത്തുന്ന ചികിത്സയ്ക്ക് വേണ്ടി നല്ല പണം ചെലവ് ചെയ്യുകയും നമുക്ക് അസുഖം വരാതെ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടുന്ന സ്പോർട്സ് പോലുള്ള മേഖലയ്ക്ക് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ തള്ളിക്കളയുകയും അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ഇടപെടലോ ഇൻവെസ്റ്റ്മെൻറ്റോ നടത്താതെയാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നമാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക, ഒരു ഹെൽത്ത് കൾച്ചർ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് കൾച്ചർ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്പോർട്സ് കൾച്ചർ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളത് ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയധികം ആളുകളാണ് ഈ പ്രയാസം അനുഭവിക്കുന്നത്. 40 വയസ്സ് കഴിഞ്ഞാൽ ഗുളിക കഴിക്കാത്തവരായിട്ട് കേരളത്തിൽ അപൂർവം ആളുകളാണുള്ളത്. എല്ലാവരും കാണുമ്പോൾ വളരെ യോഗ്യന്മാരാണ്. പക്ഷേ ഒരു പരിശോധന നടത്തിയാൽ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. എന്താണ് ഇത് സംഭവിക്കാൻ കാരണം സാർ? അതായത് ഒരു കാലഘട്ടത്തിൽ 50 വയസ്സിനോ 60 വയസ്സിനോ ശേഷം 60കളിലൊക്കെ വന്നുകൊണ്ടിരുന്ന പല രോഗങ്ങളും ഇപ്പോൾ 30കളിലും 40കളിലും മലയാളികൾക്ക് പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളം എവിടെ എത്തി നിൽക്കും എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെയാണ് സർ. ഇവിടെയുള്ള ലഹരിയുടെ വ്യാപനം, ഇത് നേരത്തെ കഴിഞ്ഞ സഭയിൽ സംസാരിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് കടന്നു പോകുന്നില്ല സർ. നമ്മുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമ്മുടെ ഈ ലഹരിയുടെ അതിവ്യാപനത്തിനുമൊക്കെ ഏറ്റവും വലിയ ബദൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു കായിക സംസ്കാരം, ഒരു ഫിറ്റ്നസ് കൾച്ചർ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളത് ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് കേരളത്തിൽ ഓരോ വ്യക്തിക്കും ഒരു ബോധ്യമുണ്ടായാൽ തന്നെ നമുക്ക് ലഹരിയുടെ അഡിക്ഷനിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കും. നമുക്ക് പല ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ സാധിക്കും. അതുകൊണ്ട് കേരളത്തിൽ വലിയ തോതിൽ ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യ വകുപ്പിൽ ഏത് തലത്തിലാണോ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പണം ചെലവ് ചെയ്യുന്നത്,
അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധത്തിനായിട്ട് നമ്മൾ സ്പോർട്സിനെയും കണ്ടുകൊണ്ട് ഒരു സ്പോർട്സ് കൾച്ചർ കേരളത്തിൽ വളർത്തിയെടുക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സർ, ബഹുമാനായ അംഗം. ബഹുമാന അംഗത്തിന് ഞാൻ കൊടുത്താലേ കിട്ടുള്ളൂ. ലഹരിയെ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നത് സ്പോർട്സാണെന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഇപ്പോൾ സ്പോർട്സിൻ്റെ ഒരു ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് പ്രാദേശികപരമായി ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, കബഡി എന്നൊക്കെ പറയുന്ന രീതിയിൽ പല ഗെയിംസിനും വളരെ പിന്തുണയും പ്രോത്സാഹനം നൽകുന്ന സമയത്ത് പ്രാദേശികപരമായി ചില കായിക മേഖലകൾ സമ്പൂർണ്ണമായി വിസ്മൃതിയിലേക്ക് പോയി. ഇപ്പോൾ മഞ്ചേശ്വരം ഒരു തുളുനാടിൻ്റെ മേഖലയിൽ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ലോകത്ത് മഞ്ചേശ്വരത്ത് അണ്ടറാം ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് മേഖലയുണ്ട്. ഒരു വർഷം മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം വന്നാൽ കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ നടക്കുന്ന ക്രിക്കറ്റ് മേഖല, അത് മഞ്ചേശ്വരത്തിൻ്റെ സൗഹൃദവും മാനവികതയും ലഹരിയും ഒക്കെ ഇല്ലായ്മ ചെയ്ത അണ്ടറാം ക്രിക്കറ്റ്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രാദേശികപരമായി നമ്മളിൽ നിന്ന് വിസ്മൃതിയിലേക്ക് പോയ കായിക മേഖലയെ കൂടി തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഏതൊക്കെ മേഖലയിൽ നമുക്ക് സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിക്കും, അവിടെ നമുക്ക് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്, വലിയ മുന്നേറ്റം നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇവിടെ സ്പോർട്സ് എന്ന് പറയുന്നത് നിയമസഭയിലായാൽ പോലും എല്ലാ വകുപ്പുകൾക്കും ശേഷമുള്ള മറ്റൊരു പരിപാടികളും ഇല്ല എങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന നിലയിലേക്ക് നമ്മളിതിനെ കാണുകയാണ്. സാർ, വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉടമസ്ഥതയിലുള്ള കളിസ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി സാർ അതിന് പ്രത്യേക അനുമതിക്ക് വേണ്ടി പോകേണ്ട അവസ്ഥയാണ്. സാർ, സ്ഥലം കിടക്കുന്നത് ഒരുപക്ഷെ പഞ്ചായത്തിൻ്റെ ആയിരിക്കാം, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരിക്കാം, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആയിരിക്കാം. നമുക്കൊരു കളിസ്ഥലം നമുക്ക് ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ സാർ? ഞങ്ങളൊക്കെ MLA ഫണ്ടിൽ നിന്നും എത്രയോ തുക കൊടുത്ത് നമ്മളത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഓരോ പദ്ധതിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സാങ്ഷൻ വേണ്ടിയിട്ട് ധനകാര്യ വകുപ്പിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് നമുക്ക് സ്കൂളുകളിൽ നമുക്ക് സ്പോർട്സ് കിറ്റുകൾ കൊടുക്കാൻ സാധിക്കണം. സാർ, സ്പോർട്സ് കിറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ MLA ഫണ്ടിൽ നിന്നൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ ഉൾപ്പെടെ ആ ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് വലിയ സഹായകരമാകുന്ന ഒന്നാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് കുറെ കൂടി ക്രിയാത്മകമായിട്ട് ഇടപെടണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. സാർ, ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാർ, നമ്മളിവിടെ ബഹുമാനപ്പെട്ട മന്ത്രി തുടക്കത്തിൽ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് സാർ. പക്ഷേ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ് സാർ? കേരളം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കായിക രംഗത്ത് വളരെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. സാർ, രാജ്യത്തെ കായിക കരുത്ത് നിർണ്ണയിക്കുന്ന ദേശീയ ഗെയിംസിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ നിന്നും കേരളം ചരിത്രത്തിൽ ആദ്യമായിട്ട് പുറത്തു പോയിരിക്കുകയാണ്. സാർ, അതായത് വംശീയ കലാപം കൊണ്ട് സകലത നഷ്ടപ്പെട്ട മണിപ്പൂരിനേക്കാൾ താഴെ 14ാം സ്ഥാനത്താണ് ഇത്തവണ ദേശീയ ഗെയിംസിൽ കേരളം ഇടം പിടിച്ചതെന്ന് പറയുമ്പോൾ എത്ര അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് സാർ. നമ്മൾ എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? സാർ, 2015 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് നടന്ന ദേശീയ ഗെയിംസിൽ അന്ന് കേരളം 2ാം സ്ഥാനത്തായിരുന്നു. സാർ, കായിക മേഖലയിൽ 3000 കോടി രൂപയുടെ പ്രവർത്തികൾ നടന്നു എന്നൊക്കെ ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ പറയുന്നത് കേട്ടു. സാർ, വളരെ നല്ല കാര്യം. സാർ, ഇവിടെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ ദേശീയ ഗെയിംസിൽ 14ാം സ്ഥാനത്തേക്ക് നമ്മൾ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. സാർ, ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? സാർ, ഒരു വശത്ത് മന്ത്രിയും അതുപോലെ തന്നെ മറുവശത്ത് വിവിധ കായിക സംഘടനാ നേതാക്കളും തമ്മിലുള്ള ചക്കളത്തിപ്പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. സാർ, മന്ത്രി പറയുന്നത് എന്താണ്? കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ വട്ടപൂജ്യമെന്ന് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ വി സുനിൽകുമാർ. ദേശീയ ഗെയിംസിലെ മോശം പ്രകടനത്തിന് കാരണം കായിക മന്ത്രിയും സ്പോർട്സ് കൗൺസിലുമാണെന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. സാർ, സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് പറയുകയാണ്, ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ്. സാർ, മന്ത്രി ഒട്ടും വിട്ടുകൊടുത്തില്ല. മന്ത്രിയുടെ മറുപടി വന്നു സാർ, സുനിൽകുമാർ അടക്കം കേരളത്തിലെ കായിക സംഘടനകളുടെ സാരഥികൾ കാട്ടുകള്ളന്മാരാണെന്നും കായിക താരങ്ങൾക്ക് കൊടുക്കുന്ന പണം ഇവരെല്ലാം കൂടെ പുട്ടടിക്കുകയാണെന്നും മന്ത്രി. സർ, കായിക താരങ്ങൾക്ക് കൊടുക്കുന്ന പണം, സംഘടനകൾക്ക് കൊടുക്കുന്ന പണം ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പുട്ടടിക്കുകയാണ് എന്ന് ആ വകുപ്പിന് ചുമതലയുള്ള ഒരു മന്ത്രി തന്നെ പറയുമ്പോൾ പിന്നെ എന്തിനാണ് സാർ ആ മന്ത്രി ഇങ്ങനെ ഒരാൾ ആ കസേരയിലിരിക്കുന്നത്? സാർ, എത്ര മോശമായിട്ടുള്ള, എത്ര മോശപ്പെട്ട ഒരു സാഹചര്യമാണ്. സാർ, നമുക്കൊരു കാര്യം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സാർ, ഞാൻ അവസാനിപ്പിക്കാം. സാർ, ദേശീയ ഗെയിംസിൽ നമ്മൾ നാണക്കേടിന്റെ കിരീടം നമുക്ക് ഇത്തവണ കിട്ടിയെങ്കിലും സാർ ഒരു കാര്യം ഞാൻ പറയട്ടെ സാർ, ഈ കായിക മന്ത്രിയും
അതുപോലെ തന്നെ കായിക സംഘടനാ നേതാക്കളും തമ്മിലുള്ള ഈ ചക്കളത്തിപ്പോരെ ഒരു ദേശീയ ഗെയിംസിൽ ഒരു ഇനമായിരുന്നുവെങ്കിൽ നമുക്ക് 1ാം സ്ഥാനം കിട്ടുമായിരുന്നു എന്ന കാര്യത്തിൽ സർ യാതൊരു സംശയവുമില്ല. സർ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കും, ഞാനത് തിരിപ്പിക്കുന്നില്ല. സർ എന്താ സംഭവിച്ചത് നമുക്ക് ദേശീയ ഗെയിംസിൽ? സർ ദേശീയ ഗെയിംസിൽ ഉത്തരാഖണ്ഡിൽ ഇത്തവണ നടന്ന ഗെയിംസിൽ നമുക്കതിന് മുന്നോടിയായിട്ട് ടീമുകളുടെ ക്യാമ്പുകൾ നടത്താനുള്ള ചെലവിന് പണം ഉണ്ടായില്ല. ആവശ്യമായ മത്സര ഉപകരണങ്ങളും സമയത്ത് വാങ്ങാൻ സാധിച്ചില്ല. 600ഓളം ടീം അംഗങ്ങളുടെ യാത്രയും ഒക്കെ അനിശ്ചിതത്തിലായ കാര്യം നമ്മളെല്ലാവരും സംസാരിച്ചാണ് സർ. സർ നിരവധി ഇനങ്ങൾ വോളിബോളിൽ ആര് ടീമിനെ അയക്കും എന്നുള്ള തർക്കമായിരുന്നു. ഒടുവിൽ ആ തർക്കം ഹൈക്കോടതിയിൽ വരെ പോയി സർ. ഹൈക്കോടതിയിൽ വരെ പോയിട്ട് ഹൈക്കോടതിക്ക് പോലും ആ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒടുവിൽ ഹൈക്കോടതി എന്താ സാർ നിരീക്ഷിച്ചത്? ആഭ്യന്തര തർക്കങ്ങളും കലഹങ്ങളും നടക്കുമ്പോൾ ഇതിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരിക അത്ലറ്റുകളും കായിക രംഗവുമാണ്. ചുമതലപ്പെട്ടവർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് കേരള ഹൈക്കോടതി തന്നെ പറയുകയാണ് സർ. അതുപോലെ തന്നെ എന്താ പറയുന്നത് ഇവിടെ നടക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും വഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കായിക മന്ത്രിക്കും സ്പോർട്സ് കൗൺസിലിനുമെതിരെ ആരോപണങ്ങളുമായി കേരള ഒളിമ്പിക് അസോസിയേഷൻ. മന്ത്രിക്ക് താല്പര്യമുള്ളവരെ ഭാരവാഹികളാക്കാത്തതിന്റെ പേരിൽ വോളിബോൾ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള കായിക സംഘടനകളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് അസോസിയേഷന്റെ പ്രസിഡന്റ് പറയുകയാണ്. സർ 4 വർഷമായി കായിക സംഘടനകൾക്കൊന്നും ഗ്രാന്റ് നൽകിയിട്ടില്ല എന്ന് പറയുന്നത് ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് തന്നെയാണ്. സർ സ്പോർട്സ് ഹോസ്റ്റലുകളുടെ അവസ്ഥ എന്താ? സ്പോർട്സ് ഹോസ്റ്റലുകളെ സംബന്ധിച്ച് സർ വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യമല്ല ഇവിടെ നിലനിൽക്കുന്നത്. നമ്മൾ എത്രയോ തവണ ഇത് ചർച്ച ചെയ്താണ് സർ. സംസ്ഥാനത്ത് സ്പോർട്സ് ഹോസ്റ്റലുകളുടെ നടത്തിപ്പെല്ലാം ഞാൻ 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം സർ. സർ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു സർ. കായിക താരങ്ങൾക്കുള്ള കഞ്ഞിക്കാശ് പോലും ഇല്ലാതെ അവർ ഒരു വർഷത്തോളമായിട്ട് സ്പോർട്സ് കൗൺസിൽ ഹോസ്റ്റലുകൾ പ്രതിസന്ധിയിലായിരുന്നു സർ. ഈ ഹോസ്റ്റലുകൾക്ക് ഏതാണ്ട് 10 കോടി രൂപയിലേറെ കൊടുക്കാനുണ്ടായിരുന്നു സർ. ഒടുവിൽ ഞാൻ ചുരുക്കാം സർ, സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനായിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തോർത്തും ജേഴ്സിയും വിരിച്ച് ഭിക്ഷയാചിച്ച് സമരം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ കേരളം കാണാനിടയായി സാർ. ഞാൻ പറഞ്ഞു വന്നു, ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ദേശീയ ഗെയിംസിൽ മെഡൽ കിട്ടിയ ആളുകൾ പറയുന്നു അവരെ അവഹേളിച്ചു, അവർ മെഡൽ കടലിലെറിയുമെന്ന് പറയുന്നു. ദേശീയ ഗെയിംസിൽ ഒത്തുകളിച്ചുവെന്ന് നമ്മുടെ താരങ്ങൾ ഒത്തുകളിച്ചുവെന്ന് നമ്മുടെ മന്ത്രി തന്നെ പറയുകയാണ് സർ. സർ ഈ നിലയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ സ്പോർട്സിൽ വിവിധ ഇനങ്ങളിൽ മത്സരങ്ങളിൽ വിജയം കൈവരിക്കുന്ന മെഡൽ കൈവരിക്കുന്ന ആളുകളെ അർഹതപ്പെട്ട ആളുകൾക്ക് സർക്കാർ ജോലികളിൽ നിയമനം കൊടുക്കുന്നില്ല. എന്നാൽ അർഹതയില്ലാത്ത ആളുകൾക്ക് പിൻവാതിലൂടെ നിയമനം കൊടുക്കുന്നു. അത് കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. സർ ഈ നിലയിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിലേക്ക് വീണ്ടും വരികയാണ് സർ. നമുക്ക് കേരളത്തിൽ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു തലമുറയെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യകരമായിട്ടുള്ള മറുപടി പറയും പറഞ്ഞാൽ പോരെ, നിങ്ങൾക്ക് ചാൻസ് ഉണ്ടല്ലോ. യെസ്, മിനിസ്റ്റർക്ക് ചാൻസ് ഉണ്ടല്ലോ. യെസ് പറഞ്ഞോ. യെസ് സർ, നമുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളം ആരോഗ്യകരമായിട്ടുള്ള ഒരു സംസ്ഥാനമായി അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു തലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് വലിയ തോതിലുള്ള നിക്ഷേപം നമുക്ക് സ്പോർട്സ് മേഖലയിൽ നടത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇതുപോലുള്ള മത്സരങ്ങളും ഇതുപോലുള്ള തർക്കങ്ങളും ഒന്നും കേരളത്തിന്റെ കായിക മേഖലയെയും കേരളത്തിലെ കായിക താരങ്ങളെയും സഹായിക്കാനുള്ളതല്ല സർ. നമുക്കിത് അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് MLA എന്ന നിലയിൽ ഞങ്ങളൊക്കെ ഇക്കാര്യത്തിൽ സഹകരിക്കാൻ തയ്യാറാണ്. ഞങ്ങളൊക്കെ ഫണ്ട് കൊടുക്കാൻ തയ്യാറാണ്, MLA ഫണ്ട് കൊടുക്കാൻ തയ്യാറാണ്. അതിനുള്ള ആവശ്യമായിട്ടുള്ള അനുമതി നൽകിയാൽ മാത്രം മതി. നമുക്ക് ഒരു ഫിറ്റ്നസ് കൾച്ചർ, ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പോകണം. അക്കാര്യത്തിൽ സർക്കാർ ഏത് നിലപാട് സ്വീകരിച്ചാലും ഞങ്ങൾ അതിനെല്ലാം കൂടെ നിൽക്കും. പക്ഷേ ഇവിടെ ബില്ലുകളൊക്കെ വരുമ്പോൾ ഈ ബില്ലുകളെല്ലാം ഇതുപോലെ പ്രസംഗങ്ങളിലും അല്ലെങ്കിൽ ചർച്ചകളിലും മാത്രം ഒതുങ്ങുകയും ബില്ലിന്റെ ഉദ്ദേശലക്ഷ്യം ഒരു വശത്ത് നിൽക്കുകയും പ്രവൃത്തി പദത്തിൽ വരുമ്പോൾ നമ്മൾ വേറെ വഴിക്ക് പോവുകയും ചെയ്യുമ്പോൾ കേരളത്തിന്റെ കായിക മേഖല അത് വളരുകയല്ല, കേരളത്തിന്റെ കായിക മേഖല കൂടുതൽ തകർച്ചയിലേക്ക് പോകും. നമുക്ക് വീണ്ടും ദേശീയ ഗെയിംസിൽ ഉൾപ്പെടെ നമുക്ക് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ വേണ്ടത്. അക്കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീ മാത്യു കോയൽനാടൻ. സർ, ഞാൻ ചെറിയൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മളൊരു കേരള സ്പോർട്സ് ഭേദഗതി ബില്ലാണ്. അപ്പം നമ്മുടെ മാറുന്ന ഒരു സ്പോർട്സ് സങ്കല്പമുണ്ട്. അത് നമ്മളിൽ മാറില്ല. പക്ഷെ പുതിയ തലമുറയ്ക്ക് ഇന്നത്തെ സ്പോർട്സിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയി, കളമശ്ശേരിയിലായിരുന്നു. വലിയ ചെറുപ്പക്കാരുടെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അത് മോട്ടോർ സ്പോർട്സാണ്. മോട്ടോർ സ്പോർട്സിന് വലിയ പ്രചാരം അല്ലെങ്കിൽ വലിയ താല്പര്യം നമ്മുടെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, ചെറുപ്പക്കാർക്കുള്ളപ്പോൾ, അതുപോലെ തന്നെ ഓഫ് റോഡിങ് എന്ന് പറയുന്നത് പെൺകുട്ടികളടക്കം വളരെ സ്കിൽഡായിട്ടും വളരെ മിടുക്കികളായിട്ടും ഓഫ് റോഡിങ് നടന്നു. പക്ഷേ അതിനൊന്നും നമുക്കൊരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നയമില്ല. അല്ലെങ്കിൽ അവരെ ഞാൻ ആ 1ാം സമ്മാനം കിട്ടിയ കുട്ടിയെ അഭിനന്ദിച്ച് MLA ആണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആ കുട്ടി എന്നോട് പറഞ്ഞത്, സാർ ഞങ്ങളുടെ ഇതുപോലുള്ള സ്പോർട്സിന് സർക്കാരിൽ നിന്നും ഒരു പിന്തുണ പോലും ഇല്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ മാറുന്ന സ്പോർട്സ് നയത്തിൻ്റെ ഭാഗമായി
ഈ മോട്ടോർ സ്പോർട്സ് ഓഫ് റോഡിങ് പോലെ ഇന്നത്തെ കാലത്ത് കാരണം അവർ ഏതെങ്കിലും വണ്ടിയുടെ ബൈക്കിൻ്റെ രൂപഭേദം മാറ്റിയാൽ അവരെ അറസ്റ്റ് ചെയ്യാനും അവരെ പിടിക്കാനും അവരെ ജയിലിലിടാനും അവരെ ശിക്ഷിക്കാനുമായിട്ട് നമ്മൾ RTO നടക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ മാറുന്ന ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടനുസരിച്ച് സ്പോർട്സ് നയത്തിൽ ആ സമീപനത്തിന് മാറ്റം വേണ്ട അല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീനജിൻ അല്ല ഇനി പറ്റില്ല പറ്റില്ല യെസ്. ഞാൻ റോജി എം ജോൺ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു ഫാക്ച്വലായിട്ടുള്ള മിസ്റ്റേക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കേരള ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സംഘടനയല്ല. അത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ കീഴിലുള്ള ഒരു സ്വതന്ത്ര സംഘടനയാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് ഇപ്പോൾ കായിക മേഖലയെ കുറിച്ച് നമ്മൾ വലിയ ചർച്ചകൾ ഇന്ന് കേരളത്തിലെ കായിക മേഖല വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക്, 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ അവരുടെ പാഠ്യഭാഗത്തിൻ്റെ ഭാഗമല്ല, അവർക്ക് PT പീരീഡ് ഇല്ല. പക്ഷേ 5 മുതൽ 8ാം ക്ലാസ് വരെ ഒരാഴ്ചയിൽ 3 പീരീഡുകൾ PT പീരീഡ് ഉണ്ട്. 9ാം ക്ലാസ്സിൽ 2 പീരീഡ് PT പീരീഡ് ഉണ്ട്. 10ാം ക്ലാസ്സിൽ 1, +1നും +2നും ഓരോ പീരീഡ് വീതം. പക്ഷേ നിർഭാഗ്യവശാൽ പല സ്കൂളുകളിലും പീരീഡുകൾ നിർണ്ണയിക്കുമ്പോൾ PT പീരീഡുകൾ കട്ട് ചെയ്ത് മറ്റ് പീരീഡുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽ വരണം. കർശനമായിട്ടുള്ള നടപടി ഇതുമായി ബന്ധപ്പെട്ട് എടുക്കണമെന്ന് ഈ അവസരത്തിൽ പറയുക. ശ്രീമതി CK ആശ. കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നയമാണ്. പക്ഷേ കളിസ്ഥലങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമിയെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധീനതയിലാണുള്ളത്. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലാണെങ്കിൽ 6 ഏക്കർ ഭൂമി കിടക്കുന്നത് ഒരു വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. കളിസ്ഥലത്തിന് വേണ്ടി അത് ആവശ്യപ്പെട്ട് അതിന് ഫണ്ടും വെച്ച് കഴിഞ്ഞാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതിനുവേണ്ടി വിട്ടുതരാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ നമുക്ക് ഈ നിയമത്തിൻ്റെ ഭേദഗതി ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക പരാമർശമായി കൊടുക്കാൻ പറ്റുമോ? കളിസ്ഥലത്തിന് വേണ്ടി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഭൂമിയാണെങ്കിൽ തരുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സർക്കാരിന് സാധിക്കുമെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, 2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, കേരളത്തിലെ കായിക താരങ്ങൾക്ക് അർഹതപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ തൊഴിൽ നിഷേധിച്ചതായി ബഹുമാനപ്പെട്ട അംഗത്തിന് എഴുതിത്തരാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അത് പരിഗണിക്കാം. എൻ്റെ അറിവിൽ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കായിക താരങ്ങൾ ഒരാൾ പോലും നമ്മുടെ നോംസ് പ്രകാരം പുറത്തു പോയിട്ടില്ല. ഇന്നലെയുള്ള പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ബഷീർ, ബഹുമാനപ്പെട്ട കുണ്ടോട്ടി MLA അടക്കം ഒരു ഫുട്ബോൾ താരത്തിൻ്റെ പേര് പറഞ്ഞു. അദ്ദേഹം ഈ കാറ്റഗറിയിൽ പെടുന്ന ആളല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ജോലി ലഭ്യമാകാത്തത്. അതോടൊപ്പം തന്നെ സ്പോർട്സ് ഹോസ്റ്റലുകളെ കാര്യം അങ്ങ് സൂചിപ്പിച്ചു. കേരളത്തിൽ ഒരു സ്പോർട്സ് ഹോസ്റ്റൽ പോലും പണം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ അടച്ചുപൂട്ടിയില്ല. പണം കൊടുക്കാൻ വൈകിയിട്ടുണ്ട്. അതങ്ങ് പറഞ്ഞാൽ ശരിയാണ്. തീർച്ചയായും ആ കാര്യം ഗൗരവമായി എടുക്കുകയും ആ തുക സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ബിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ചെറിയ ഉണ്ടായിരിക്കാം വിനോദ്, അങ്ങും പ്രസംഗിച്ചു. ആ ഒരു കാര്യം അത് ഗൗരവമായി തന്നെ എടുക്കും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉണ്ടായുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ആ ഒരു സംവിധാനമാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. ഈ കായിക ഉച്ചകോടിയിൽ ഉണ്ടായിട്ടുള്ള ധാരണ പ്രകാരം സ്പോർട്സ് ബിസിനസ് രംഗത്തെ പ്രമുഖരായിട്ടുള്ള ഡെക്കാത്തിൽ പോലുള്ള ധാരാളം കമ്പനികൾ സൗജന്യമായി ഇപ്പോൾ വിദ്യാലയങ്ങളിൽ സ്പോർട്സ് കിറ്റുകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ബഹുമാനപ്പെട്ട മോഹൻ MLA അത് പറഞ്ഞു. ഈ MLAമാരുടെ ഫണ്ട് ഉപയോഗിച്ച് കിറ്റ് നൽകുന്നതിനും അതോടൊപ്പം തന്നെ കളിസ്ഥലങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിന് ഇപ്പോൾ ഒരു കളിക്കളം ഒരു പഞ്ചായത്ത് പദ്ധതി പ്രകാരം സർക്കാർ നമ്മുടെ കായിക വകുപ്പ് നൽകുന്ന 50 ലക്ഷം രൂപ അതിന് സ്ഥലം വാങ്ങാൻ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളൊരു അഭിപ്രായം ഫിനാൻസ് വകുപ്പിനോട് ചോദിച്ചിട്ടുണ്ട്. അത് അനുമതി കിട്ടുന്നവർക്ക് കളിസ്ഥലങ്ങളില്ലാത്ത എല്ലാ പഞ്ചായത്തുകളിലും സ്വന്തമായി സ്ഥലം വാങ്ങുന്നതിനുള്ള പണം കായിക വകുപ്പ് അനുവദിക്കാനുള്ള ശ്രമം നടന്നു വരുന്നുണ്ട്. അതറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദേശീയ ഗെയിംസിൽ 29 കായിക ഇനങ്ങളിൽ 21 ദിവസത്തെ മുതൽ 30 ദിവസത്തെ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള പണം അവർക്ക് നൽകിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ അടക്കം 619
കായിക താരങ്ങൾക്കും ഒഫീഷ്യലുകൾക്കും കേരള ചരിത്രത്തിൽ ആദ്യമായി വിമാന ടിക്കറ്റ് എടുത്താണ് അവരെ ഈ ഗെയിംസിൽ പറഞ്ഞയച്ചു, തിരിച്ചു കൊണ്ടുവന്നു. ആ കാര്യത്തിലൊന്നും ഒരു കുറവും വരുത്തിയില്ല. പിന്നെ ചില സംഘടനകൾ പറഞ്ഞ കാര്യം അത് സ്വകാര്യ സംഘടനകളാണ്. ആ സംഘടന വീണ്ടും ഞാൻ പറയുന്നു ആ സംഘടനകൾ സർക്കാരിൽ നിന്നും അനധികൃതമായി ഗ്രാൻഡ് പറ്റുന്നുണ്ട്. അത് തിരിച്ചടക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിന് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇന്നലെ കുറേ ചോദിച്ചതാ, പ്ലീസ് അങ്ങ് പറഞ്ഞോ. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലങ്ങളിൽ ഏതൊരു കായിക മേളയിൽ ധാരാളം പണം പിരിച്ചു എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. അതും അന്വേഷിക്കാൻ ഇപ്പോൾ നടപടിയെടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറയാം, കായിക മേഖലയിലെ അഴിമതി ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നതും ഈ വകുപ്പ് ചെയ്തു വരുന്നതും. ആ കാര്യത്തിൽ ചില മുൻപ് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അത് ഇപ്പോൾ കൃത്യമായി തന്നെ നോക്കുന്നത് കൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്. കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയുമില്ല. പുട്ടടിക്കുന്നു എന്നുള്ളത് കണ്ടാൽ പുട്ടടിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരേ ചോദ്യം എല്ലാ ദിവസവും ചോദിച്ചാൽ ഒരേ ഉത്തരവേ ഉണ്ടാവുള്ളൂ. അത് വേണ്ട. മോഹനോട് മന്ത്രി പറഞ്ഞോ? യെസ്, ഒരേ ചോദ്യം എല്ലാ ദിവസവും ചോദിക്കല്ലേ, അതിന് ഉത്തരം പറഞ്ഞല്ലോ. വേറെ ചോദ്യമല്ല സാറേ, വേറെ കളരിപ്പയറ്റുമായി പറഞ്ഞ ഒരു കാര്യത്തിലുള്ള ഒരു മറുപടി കൂടി പറയാൻ ആഗ്രഹിച്ചു. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും 5 കായിക കളരിപ്പയറ്റടക്കമുള്ള ഇനങ്ങൾ പരിശീലിപ്പിക്കുന്നതിനുള്ള കോമ്പാക്ട് സ്പോർട്സ് സംവിധാനം കഴിഞ്ഞ കൊല്ലത്തിൽ നടപ്പിൽ വരേണ്ടതായിരുന്നു. ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് കഴിഞ്ഞ വർഷം നടപ്പിലാക്കാൻ പറ്റില്ല. ഈ വർഷം കളരി അടക്കമുള്ള കരാട്ടെ അടക്കമുള്ള 5 ഇനങ്ങളെ പരിശീലിപ്പിക്കുന്ന 14 കേന്ദ്രങ്ങൾ ഈ വർഷം ആരംഭിക്കും എന്ന് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട റോജി പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് സർ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കായികക്ഷമതാ മിഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ആയിക്കഴിഞ്ഞ് 34 കോടി രൂപ ഇത്തവണ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിലുകൾ ഇപ്പോൾ രൂപീകരണം ഏകദേശം 820 പഞ്ചായത്തുകൾ ഇപ്പോൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് പ്രത്യേക കായിക ഇനങ്ങളുടെ ചുമതല നൽകുകയും അത് ജില്ലാ തലങ്ങളിൽ നടപ്പിലാക്കി പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലേക്ക് ഓരോ പഞ്ചായത്തിലും ആ പഞ്ചായത്തിന് അനിവാര്യമായിട്ടുള്ള സ്പോർട്സ് ഇനങ്ങൾ പരിശീലിപ്പിക്കാനുള്ള നടപടിയിലേക്ക് നമ്മൾ പോവുകയാണ്. അതോടൊപ്പം ഈ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങളിൽ താമസം വന്നിട്ടുണ്ട്. അത് അംഗീകരിക്കുന്ന കായിക ഇനമാണ്, അംഗീകരിക്കുന്നതിലൊരു തെറ്റുമില്ല. പക്ഷേ ദേശീയ ഗെയിംസിലുണ്ടായിട്ടുള്ള കാര്യം ബഹുമാനപ്പെട്ട മോഹൻ MLA പറഞ്ഞു. ഈ നാട്ടിൽ നിന്നും ജയിച്ചു പോയ, ഈ നാട്ടിൽ തന്നെ ജനിച്ച് ഇവിടെ നിന്നും കായിക പ്രവർത്തനം ആരംഭിച്ച ഓൾ ഇന്ത്യ ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ തന്നെ ആ ഇനത്തെ പുറത്താക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ഈ പരാതി കായിക വകുപ്പിന് ഡൽഹിയിൽ നമ്മൾ നൽകിയപ്പോൾ ആ മന്ത്രി തന്നെ മറുപടി പറഞ്ഞു, ഇത് പൂർണ്ണമായും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻറ്റിൻ്റെ അറിവോട് കൂടി ചെയ്തതാണ്. ഡൽഹി ഹൈക്കോടതിയിൽ ഇത് ചോദ്യം ചെയ്ത് നമ്മൾ ഹർജി നൽകി. ആ കളരി താരങ്ങൾ അവിടെ നിന്നും ആ കോടതി ഈ കളരിയെ ഇതിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടെങ്കിലും കേരള ഒളിമ്പിക് അസോസിയേഷനും ദേശീയ ഒളിമ്പിക് അസോസിയേഷനും ആ നിർദ്ദേശം സ്വീകരിക്കാതെ തള്ളിക്കളയാണ് ചെയ്തത്. അതുകൊണ്ടാണ് 19 സ്വർണം അതിൽ നഷ്ടപ്പെട്ടു. മറ്റൊരു കാര്യം, നമ്മൾ പങ്കെടുത്ത ഇനങ്ങളിൽ 18 ഇനങ്ങളിൽ നമുക്ക് മെഡൽ നേടിയിട്ടുണ്ട്. ഇതീ പറയുന്ന പോലെ തന്നെ നിരവധി മെഡലുകൾ. ഇപ്പോൾ വോളിബോളിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു. വോളിബോൾ അസോസിയേഷൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി വെച്ചാണ്. അഖിലേന്ത്യാ തലത്തിൽ അതിന് കമ്മിറ്റിയില്ല. അവിടെ 4 എണ്ണമായി പ്രവർത്തിക്കുകയാണ്. ഇതിനെ മറികടക്കാൻ ഹൈക്കോടതിയിൽ പോവുകയും ഡൽഹിയിൽ നിന്ന് ഒളിമ്പിക് അസോസിയേഷൻ്റെ അഡ്വക്കേറ്റിനെ വെച്ച് വാദിച്ചാണ് അവരാ നേടിയത് ആ ഒരു വിജയം. അതിൽ തന്നെ നമുക്ക് 1 സ്വർണം നഷ്ടമായി. കാരണം കേരള ഗവൺമെൻറ് കൊടുത്ത ടീമിൽ ഒളിമ്പിക് അസോസിയേഷൻ അവിടെ മാറ്റം വരുത്തുകയും ആ ടീമിലെ 3 അംഗങ്ങൾ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ വനിതാ വോളിയിൽ നമുക്ക് സ്വർണം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തരം ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി വരുന്ന അഴിമതി നിർമ്മാർജ്ജനം എന്നുള്ള കാര്യങ്ങളിൽ പെടുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിലുണ്ടാവുമെങ്കിലും ഈ കാര്യങ്ങൾ പൂർണ്ണമായും അഴിമതിരഹിതമായ സ്പോർട്സ്, സ്വജനപക്ഷപാതം ഇല്ലാത്തൊരു സ്പോർട്സ് തന്നെയാണ് കേരളത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ കാര്യത്തിൽ ഏതെങ്കിലും താല്പര്യങ്ങൾ അങ്ങ് പറഞ്ഞ പോലെ ഏതെങ്കിലും അസോസിയേഷൻ്റെ ഭാരവാഹികളാണെന്നും ഒരു താല്പര്യവും മന്ത്രിക്കില്ല
എന്ന് അങ്ങേ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്ന് മാത്രമാണ് കേരള ഗവൺമെൻറ് ഇതിൽ ആഗ്രഹിക്കുന്നതിന്. അതിന് ധാരാളം നടപടികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പ്ലീസ് ഇങ്ങനെ സമയം പോകാൻ പറ്റില്ല. 3 ബില്ല് വേറെയുണ്ട്. ചർച്ച അന്നേരം പറയണ്ട. നിങ്ങൾ ഓരോ സംശയം ചോദിച്ചാലോ? വലിയ കായികാധ്യാപകന്മാരെ നിയമിക്കുന്നില്ല സാർ. കൂടുതൽ കുട്ടികൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കായികാധ്യാപകനുണ്ടെങ്കിൽ വിരമിച്ചു കഴിഞ്ഞാൽ വീണ്ടും കായികാധ്യാപകനെ നിയമിക്കണം. അതിനുള്ള നടപടികൾ കൂടി ബഹുമാനപ്പെട്ട രാഹുൽ കൂടി ചോദിക്കട്ടെ. രാഹുൽ അങ്ങേക്ക് അറിവുള്ള കാര്യമാണ്. ഒന്ന്, ഈ എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു നയമാണ്. എന്നാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ, ഇപ്പോൾ എൻ്റെ അസംബ്ലിയുടെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ 2 ബഡ്ജറ്റ് വർക്കുകളും സ്റ്റേഡിയത്തിൻ്റെതായിരുന്നു. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കയ്യിൽ ഭൂമിയുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു നയം എന്ന രീതിയിൽ സർക്കാർ തന്നെ ഇടപെട്ട്, MLA മാർ പോയി സംസാരിച്ചുള്ള ഒരു പരിമിതി അങ്ങേക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ സർക്കാർ തന്നെ ഇടപെട്ട് ഈ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭൂമി ഈ സ്റ്റേഡിയങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റുവാനുള്ളൊരു ഇടപെടൽ അങ്ങ് നടത്തിയാൽ നന്നായിരിക്കും. സജീവ് ജോസഫ് സാർ, ഏറെ കായിക പ്രതിഭകളെ സംഭാവന ചെയ്ത നിരവധിയായ എയ്ഡഡ് സ്കൂളുകളുണ്ട് സാർ. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചാൽ കൂടുതൽ പ്രതിഭകളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. മുൻപ് നേരത്തെ നടപ്പിലാക്കിയ സർക്കാർ സഹായത്തോടെ എയ്ഡഡ് സ്കൂളുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഉണ്ടായിരുന്നു. ആ മാതൃകയിൽ നമുക്ക് ഇന്നത്തെ പ്രത്യേക പരിസ്ഥിതിയിൽ എയ്ഡഡ് സ്കൂളുകളെ കൂടി പരിഗണിക്കാൻ കഴിയുന്ന വിധത്തിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കായിക പ്രതിഭകൾക്ക് പ്രാധാന്യമുള്ള സ്കൂളുകളിലെങ്കിലും പരിഗണിക്കുന്നത് നമുക്ക് അക്കാര്യത്തിൽ നടത്താൻ സാധിക്കും. സാർ, യഥാർത്ഥത്തിൽ എൻ്റെ മണ്ഡലമായ കുണ്ട്രയിലെ അലിൻഡ്, ഒരു കാലത്ത് അലിൻഡിലെ കേരള ഫുട്ബോൾ ടീമിലെ 7-8 കളിക്കാർ വരെ കുണ്ട്ര അലിൻഡിൻ്റെതായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു സാർ. അവിടെ ഏക്കർ കണക്കിന് ഭൂമി വെറുതെ കിടക്കുകയാണ് സാർ. അതൊരു ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്ത് അലിൻഡിൻ്റെ ഭൂമിയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം നമുക്ക് നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ പ്രയോജനപ്പെടുത്തി അലിൻഡിൻ്റെ ഒരു ഫുട്ബോൾ പാരമ്പര്യം കൂടെ വെച്ച് അതിന് സർക്കാർ നടപടിയെടുക്കുമെന്നുള്ളതാണ്. സാർ, നമ്മുടെ ആലുവയിൽ, എൻ്റെ മണ്ഡലത്തിൽ തന്നെയാണ്, നെടുമ്പാശ്ശേരിയിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം വരുമെന്ന് താങ്കൾ ഉൾപ്പെടെയുള്ള പ്രഖ്യാപിച്ചിരുന്നു. ആ ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്ന കാര്യം എവിടം വരെയായി? അത് ഉടൻ തന്നെ ക്രിക്കറ്റ് സ്റ്റേഡിയം വരുമോ എന്ന് ചോദിക്കും. ശ്രീ വിൻസെന്റ് സാർ, ഒന്ന്, നാടൻ കളരിപ്പയറ്റിൻ്റെ ഒരു കേന്ദ്രമാണ് എൻ്റെ നിയോജകമണ്ഡലമായിട്ടുള്ള കാഞ്ഞിരംകുളം. സാർ, ആ പ്രദേശത്ത് നാടൻ കളരിപ്പയറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ളൊരു കേന്ദ്രം ആരംഭിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ തീരപ്രദേശങ്ങളിൽ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ MLA ഫണ്ട് ഉൾപ്പെടെ അനുവദിക്കുമ്പോൾ CRZ പ്രശ്നം വരികയാണ്. അവിടെ ഒരു നിർമ്മിതിയും നടക്കുന്നില്ല. ഗ്രൗണ്ട് ചെളിയിട്ട് ഗ്രൗണ്ട് ഉറപ്പിച്ചെടുക്കുന്നതാണ്. പലപ്പോഴും അതിന് അനുമതി കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഫുട്ബോൾ താരങ്ങൾ തീരദേശങ്ങളിൽ നിന്നാണ് ഇപ്പോൾ വരുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഒരു തടസ്സം നീക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആദ്യ അംഗങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്പീക്കർ അനുമതിയോടെ ഇവിടെ സംസാരിക്കാൻ പറ്റൂ. മന്ത്രിയുടെ അനുമതി അങ്ങ് മന്ത്രിയുടെ ഓഫീസിൽ പോയി സംസാരിക്കാൻ. സർ, നിലവിൽ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്ത വായനശാലകൾക്ക് കെട്ടിടമെടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രദേശത്തുള്ള വായനശാലകൾ അതുപോലെ തന്നെ ക്ലബ്ബുകളുടെ കയ്യിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അതൊന്നും നവീകരിച്ച ഗ്രൗണ്ടുകളാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിയമത്തിൽ ചെറിയ മാറ്റം വരുത്തിയാൽ ഇപ്പോൾ കെട്ടിടമെടുത്ത് കൊടുക്കാം, പക്ഷേ ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ, ക്ലബ്ബുകളുടെയും വായനശാലകളുടെയും കൂടി സ്ഥലങ്ങൾ പ്രത്യേക സാങ്ഷൻ നൽകിയാൽ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നവീകരിച്ച ഗ്രൗണ്ടുകളാക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതുകൂടി ഒന്ന് പരിഗണിക്കും. ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ 7 പഞ്ചായത്താണ്. അതിൽ ഈ സ്പോർട്സ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് 9 കളിസ്ഥലങ്ങളുടെ നിർമ്മാണത്തിൽ 6 പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. അതിൽ 4 കളിസ്ഥലവും എയ്ഡഡ് സ്കൂളുകളുടെ ഗ്രൗണ്ടിലാണ്. എയ്ഡഡ് മാനേജ്മെൻറ്റ് ഗ്രൗണ്ട് വിട്ടു തന്നിട്ടാണ് നിർമ്മിച്ചത്. അതിന് നേതൃത്വം കൊടുത്തത് ഈ സ്പോർട്സ് വകുപ്പാണ്. അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ? സാർ, എൻ്റെ മണ്ഡലത്തിലെ പൊഴിയൂർ പരുത്തിയൂർ എന്ന് പറയുന്ന പ്രദേശം ഈ ഫുട്ബോൾ ടീമിലെ സന്തോഷ് ട്രോഫി ഫുട്ബോളിലടക്കം അതിൻ്റെ ക്യാപ്റ്റൻസി അടക്കം വഹിച്ചിട്ടുള്ള ഒട്ടനവധി കളിക്കാർ ഇപ്പോഴും ഇലക്ട് ചെയ്ത് പോകുന്നൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ സ്പോർട്സ് വകുപ്പ് തന്നെ 1,62,00,000 നൽകിയ പരുത്തിയൂർ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് 24-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനത്തിൽ വെച്ചിരിക്കുകയാണ്. അവിടെ ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ CRZ പരിധി വരുന്നു എന്നുള്ള ഒരു വെച്ചുകൊണ്ട് പഞ്ചായത്ത് അവിടെ ഇലക്ട്രിക് തരുന്നില്ല. പഞ്ചായത്ത് അങ്ങനെ ഒഴിവാക്കേണ്ടത് CRZ ഓഫീസ് കൊടുത്താൽ അവർക്ക് വേറെ തർക്കമൊന്നുമില്ലെന്നാണ്.
അപ്പോൾ തദ്ദേശഭരണ വകുപ്പിനെ ബന്ധപ്പെട്ടിട്ട് ആ കാര്യത്തിനകത്ത് ഇടപെട്ട് ഇലക്ട്രിസിറ്റി നൽകാൻ വേണ്ടി ഇടപെടൽ നടത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. യെസ്, ശാന്തകുമാരി. സർ, എൻ്റെ മണ്ഡലത്തിൽ ഈ പ്രധാനമായിട്ട് ഇറിഗേഷൻ്റെ ഭൂമിയാണ് യഥാർത്ഥത്തിലുള്ളത്. ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതി പ്രകാരം തച്ചമ്പാറ പഞ്ചായത്തിൽ അതൊക്കെ രാവിലെ വന്നതാണ് ഇവിടെ അനുവദിക്കല്ല, അത് വേറെ രാവിലെ ജലവിഭവ മന്ത്രി പറഞ്ഞതാണ്. മിനിസ്റ്ററും കൂടെ അറിഞ്ഞാൽ ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ തച്ചമ്പാറ പഞ്ചായത്തിൽ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി 50 ലക്ഷം തന്നു, MLA ഫണ്ടും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഇറിഗേഷൻ വേറെ ഒന്നുമില്ല, KPIP എന്ന് പറയും. അപ്പോൾ അവിടെ ഒന്ന് മിനിസ്റ്ററുടെയും കൂടെ ഒന്ന് ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചാൽ എല്ലാ പഞ്ചായത്തിലും കളിക്കളാവും സാർ. ഒന്ന് ശ്രദ്ധിക്കൂ സാർ. സാർ, 2-3 ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളെ ക്ലബ് ചെയ്ത് അവിടെ ഒരു സ്പോർട്സിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപന പോസ്റ്റ് ചെയ്യാനുള്ളതുൾപ്പെടെയുള്ള ഏതെങ്കിലും നടപടി സ്വീകരിക്കാൻ ഈ ബില്ല് കഴിയും? യെസ് മിനിസ്റ്റർ. പകുതിക്ക് ഇപ്പോൾ കയറി വന്നതാണ്, ബില്ലിൻ്റെ ചർച്ചയൊന്നും കേട്ടില്ല. യെസ് മിനിസ്റ്റർ. എല്ലാവരും കൈവക്കിയപ്പം കൈവക്കിയത് ഇത്ര നേരം ഇവിടെ ഉണ്ടായില്ല. യെസ് മിനിസ്റ്റർ പറഞ്ഞോ. സർ, ഈ ഏറ്റവും പ്രധാനമായി വന്ന് കളിക്കളങ്ങൾ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഇറിഗേഷൻ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടന്നൊരു ചർച്ചയിൽ ഇറിഗേഷൻ്റെ ഭൂമി ഉണ്ടെങ്കിൽ അവിടെ കളിക്കളങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രത്യേക അനുമതി നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CRZ പരീക്ഷയിലുള്ള കാര്യം സൂചിപ്പിച്ചു. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കളിക്കളങ്ങൾ നിർമ്മിക്കുന്നതിന് ഇപ്പോൾ അതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് അവിടെ 20 ലക്ഷം രൂപ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. കായിക അധ്യാപകരെ നിയമിക്കാൻ വേണ്ടിയാണ് ആ പണം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അതിനു വേണ്ടി മാറ്റിവെച്ചുള്ളത്. ഇതിൽ നിലവിലിപ്പോൾ കേരളത്തിൽ നമ്മൾ നിർമ്മിച്ച ഗ്രൗണ്ടുകളിൽ 72 അത് സ്കൂളുകളിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളല്ലാത്ത സമയത്ത് അത് പൊതുജനങ്ങൾ കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൽ എഗ്രിമെൻ്റ് ഉള്ളത്. ഇതിൽ മറ്റൊരു കാര്യം, കേരളത്തിലെ കായിക രംഗത്തിന് ഏറ്റവും മികവ് കാണിച്ച പറളി സ്കൂൾ അടക്കം പറളി സ്കൂളിൽ 7 കോടി രൂപയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയം നമ്മൾ നിർമ്മിച്ചത്. അപ്പോൾ ഇനിയും കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുള്ള സഹായങ്ങൾ നൽകാൻ തയ്യാറാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കായിക വകുപ്പ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഇപ്പോൾ നൽകുന്ന പണത്തിൽ 50 ലക്ഷം രൂപ അത് സ്ഥലം വാങ്ങുവാൻ ഉപയോഗിക്കുന്ന രീതിയിൽ നിയമത്തിൽ മാറ്റം വരുത്താനുള്ള ശ്രമം ധനകാര്യ വകുപ്പുമായി ആലോചിച്ച് അത് നടപ്പിലാക്കുകയാണ്. ഇതിൽ ഇപ്പോൾ ധാരാളം നിർദ്ദേശങ്ങൾ വന്നു. കായിക മേഖലയുമായി ബന്ധപ്പെട്ട കായിക കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്താണെന്ന് ഈ ചർച്ചയിലൂടെ ഇപ്പോൾ തന്നെ ബോധ്യമായതാണ് സർ. അപ്പോൾ എന്തുകൊണ്ടും ഈ മേഖലയെ ഏറ്റവും സമ്പന്നമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് സർ. കമ്മ്യൂണിറ്റി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞു, കായിക എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കണം. തരൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കായിക പരിപാടിയുണ്ട് സർ. അവിടെ രാവിലെയും വൈകിട്ടും അവിടുത്തെ കളിക്കളങ്ങളിൽ നാട്ടുകാർ മുഴുവൻ ഏകദേശം 250-300 ആളുകൾ കായിക പരിശീലനം നടത്തുന്ന ഒരു സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് കമ്മ്യൂണിറ്റി സ്പോർട്സായി നമ്മളിപ്പോൾ അതിനെ ഏറ്റെടുത്ത് എല്ലാ മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുക. അപ്പോൾ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ഈ സ്പോർട്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ ബില്ല് അത് 2024 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ട് അതിന് അനുമതി തരണമെന്ന് അവസരിപ്പിച്ചിട്ടുണ്ട്. ശ്രീ KP മോഹനൻ 2024 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന് അങ്ങയുടെ 1 നമ്പർ പ്രതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ റോജി M. ജോൺ 2024 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? ഭേദഗതി സഭ തള്ളിയിരിക്കുന്നു. ഇനി 2024 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ വിദ്യാഭ്യാസം സംബന്ധിച്ച് സബ്ജക്റ്റ് കമ്മിറ്റി 6 പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപത്തെ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ സബ്ജക്റ്റ് കമ്മിറ്റി 6 പരിഗണനയ്ക്ക് അയക്കുന്നു.